ഒരുപാട് കേസുകൾ PCOD ആയിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. കാരണം ഇന്ന് അത്രത്തോളം കോമൺ ആയിട്ടുണ്ട്. 10 ഏതാണ്ട് 7 പേർക്ക് വരെ PCOD കാണും. നമ്മളൊക്കെ OPയിൽ ഇരിക്കുമ്പോഴും സ്ത്രീകൾ വരുമ്പോൾ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്കാൻ ചെയ്യുമ്പോൾ അധികം PCOD കണ്ടെത്താറുണ്ട്. അത്ര കോമൺ ആയിട്ട് PCOD മാറിക്കഴിയുകയും ചെയ്യും. എങ്ങനെയാണ് അതിനെ ആയുർവേദം കാണുന്നത്? എങ്ങനെയാണ് അതിനെ ചികിത്സിക്കുന്നത് നിങ്ങൾ? ഗുലാമന്തോൾ മൂസിന്റെ SRD ആയുർവേദ വനിതാ ക്ലിനിക്കിലും നമുക്ക് ഒരുപാട് കേസുകൾ PCOD ആയിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. കാരണം ഇന്ന് അത്രത്തോളം കോമൺ ആയിട്ടുണ്ട്. 10 ഏതാണ്ട് 7 പേർക്ക് വരെ PCOD കാണും. ആയുർവേദത്തിൽ എന്നാൽ PCOD എന്നുള്ളൊരു പേരിലായിരിക്കില്ല ഇത് പറയപ്പെടുന്നത്. പ്രധാനമായിട്ടും ആർത്തവ സംബന്ധമായിട്ടുണ്ടാവുന്ന ക്രമക്കേടുകൾ, ചിലരിലെങ്കിലും കുറെ മാസങ്ങൾ കൂടിയിട്ട് പീരിയഡ്സ് ആവാം, അല്ലെങ്കിൽ സാധാരണ ഒരു ചക്രത്തിനേക്കാളും ദൈർഘ്യമേറുക, ഒരു 2 മാസം 3 മാസം 4 മാസം 6 മാസം വരെയൊക്കെ ഇടവേളകൾ വരുന്ന രീതിയിലുള്ള പീരിയഡ്സ് ഉണ്ടാവുക. ഇനി ആവുമ്പോൾ തന്നെ ബ്ലീഡിങ് കുറവായിട്ടിരിക്കുക, അല്ലെങ്കിൽ ചിലരിൽ നേരെ തിരിച്ച് മാസത്തിൽ തന്നെ 2 തവണ ഉണ്ടാവുക, ആവുമ്പോൾ ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ്, ഇത്തരത്തിലൊക്കെ കാണാറുണ്ട്. എന്നാൽ ആർത്തവവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ചിലരിലെങ്കിലും അത് സിസ്റ്റമിക് ആയിട്ടുള്ള മറ്റു പ്രശ്നങ്ങളും കാണാറുണ്ട്. ഗർഭധാരണത്തിന് പ്രയാസം ഉണ്ടാവുക, ഇനി അഥവാ ഗർഭം ധരിച്ചാൽ തന്നെ അടിക്കടി ഉണ്ടാവുന്ന അബോർഷനുകൾ ഒക്കെ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് OPയിൽ വരാറ്. അതുപോലെ തന്നെ ഇതോടൊപ്പം തന്നെ കണ്ടുവരുന്ന ചിലരിലെങ്കിലും അമിതവണ്ണവും മുഖത്തും മാറത്തും ഒക്കെ ഉണ്ടാവുന്ന രോമ വളർച്ച, മുഖക്കുരു, മുടികൊഴിച്ചിൽ, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണാറുണ്ട്. എന്നാൽ മറ്റു ചിലരിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല. മെലിഞ്ഞിരിക്കുന്നവർക്കും PCOD വരാം.